أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قيل لها ادخل الصرح فلما رأته حسبته لجة وكشفت عن ساقيها قال إنه صرح ممرد من قوارير قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1280 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 44-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قيل لها ادخلي الصرح فلما رأته حسبته لجة وكشفت عن ساقيها قال إنه صرح ممرد من قوارير قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. صدق الله العلي العظيم. സൂറത്തു നംലിലെ 44-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥാകഥനം ഈ സൂറത്തിലുള്ളത് ഇവിടെ ഈ ആയത്തോടുകൂടി അവസാനിക്കുകയാണ്. മക്കയിലെ ആളുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയും അതിനോട് അവര് പ്രതികൂലമായി എതിർപ്പ് കാണിച്ചുകൊണ്ട് ശത്രുത കാണിച്ചുകൊണ്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് സൂറത്തുൻ നംലിന്റെ അവതരണം എന്ന് ഈ സൂറത്തിന്റെ പഠനം ആരംഭിച്ച ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ചരിത്രത്തിലെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ, വിശേഷിച്ച് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ ചില സംഭവങ്ങളാണ് വിവരിക്കപ്പെടുകയുണ്ടായത്. സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സംഭവബഹുലമായ ഏറെ കാര്യങ്ങളും ഇതിനകം നമ്മൾ കാണുകയുണ്ടായി. സുലൈമാൻ അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഫലസ്തീന്റെ കേന്ദ്രമായ ഇന്ന് ബൈത്തുൽ മുഖദ്ദിസ് നിലകൊള്ളുന്ന ജെറുസലേം പ്രദേശത്തെ ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വളരെ വിസ്തൃതമായ ഒരു ഭൂപ്രദേശത്തിന്റെ അധിപനായി, ഭരണാധികാരിയായി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക കൂടി ചെയ്തിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ദൗത്യം നിർവഹിച്ച പ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് സഹായകമാവുന്ന വിധത്തിൽ അത്യസാധാരണമായ പല കഴിവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. ധാരാളം അസാധാരണത്വമുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. ജിന്നുകളിലും മനുഷ്യരിലും പക്ഷികളിലും പെട്ട സൈനികരുൾപ്പെടുന്ന ഒരു വലിയ സൈന്യത്തെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അല്ലാഹു അദ്ദേഹത്തിനായിട്ട് സജ്ജീകരിച്ചു കൊടുത്ത കാര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയത് നമ്മൾ ഏതാനും ആയത്തുകൾക്ക് മുകളിലായിട്ട് കാണുകയുണ്ടായി.
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ യമൻ ഭൂപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന സമ്പദ് സമൃദ്ധിയും അതുപോലെ സ്വാധീനവും രാഷ്ട്രീയ സ്ഥിരതയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് സബഅ് എന്നത്. ആ സബഅ് രാഷ്ട്രത്തിന്റെ രാജ്ഞിയാണ് ബൽഖീസ്. അവരുടെ അടുക്കലേക്ക് സുലൈമാൻ അലൈഹിസ്സലാം ഒരു സന്ദേശവുമായിട്ട് ഹുദ്ഹുദിനെ നിയോഗിച്ചയച്ച ആ പശ്ചാത്തലമൊക്കെ വിശദമായിട്ട് നമുക്ക് പിന്നീട് ആയത്തുകളിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ തുടക്കം മുതൽ സുലൈമാൻ അലൈഹിസ്സലാം ബൽഖീസ് രാജ്ഞിയുമായുള്ള ആ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നതിൽ ആ ആദ്യഘട്ടം മുതൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ സൂറത്തിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയുണ്ടായിട്ടുള്ളത്. ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും പഴയ ബൈബിളിന്റെ പഴയ വേദത്തിലും പുതിയ വേദത്തിലും അതുപോലെ ഇസ്രായേലി കഥകളിലുമൊക്കെ ധാരാളം പരാമർശം വരുന്ന ഒരു സംഭവമാണ് സുലൈമാൻ അലൈഹിസ്സലാമും ബൽഖീസ് രാജ്ഞിയും തമ്മിലുള്ള ഈ ആശയവിനിമയത്തിന്റെ ഈ വിഷയം. പക്ഷെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല യൂറോപ്യൻ ഓറിയന്റലിസ്റ്റ് ചിന്തകരും എഴുത്തുകാരും ഒക്കെ സൂചിപ്പിക്കുന്ന പോലെ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലോ ന്യൂ ടെസ്റ്റമെന്റിലോ അതുപോലെ ജൂയിഷ് ഹിസ്റ്ററിയിലോ ഫോക്ലോറിലോ ഒക്കെയുള്ള കഥകള് അതേപടി പകർത്തി വെച്ചിരിക്കുകയല്ല വിശുദ്ധ ഖുർആനിൽ. അതിൽ കടന്നുകൂടിയിട്ടുള്ള സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുള്ള പല പിശകുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന പല അടിസ്ഥാനരഹിതമായ വിവരങ്ങളും അവയൊക്കെ ഉപേക്ഷിച്ച് തെറ്റ് തിരുത്തിയിട്ടുള്ള ശരിയായ കഥയാണ്, ശരിയായ സംഭവമാണ് സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഖുർആനിൽ വിവരിക്കുന്നത്. ഒരു നീതിമാനായ ചക്രവർത്തി എന്ന നിലക്കും അള്ളാഹു സവിശേഷമായ ഒരു ദൗത്യം ചുമതലപ്പെടുത്തിയിരുന്ന ഒരു പ്രവാചകൻ എന്നുള്ള നിലക്കും ഒരു നിലക്കും സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വ്യക്തിത്വത്തിന് ചേരാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ജൂയിഷ് ഫോക്ലോറിലും അതുപോലെ ഓൾഡ് ടെസ്റ്റമെന്റിലെ വിവരണങ്ങളിലും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്തായിരുന്നു എന്നത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഖുർആൻ ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ അതിലെ ആ സംഭവങ്ങൾ വിവരിക്കുന്ന ആയാത്തുകളിലെ അവസാനത്തെ ആയത്ത് 44-ാമത്തെ ആയത്താണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ആസ്ഥാനത്ത് ആ പ്രദേശത്ത് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പരിവാരങ്ങളുമായിട്ട് വരികയാണ് ബൽഖീസ് രാജ്ഞി, സബയിലെ രാജ്ഞി. അവര് വരുമ്പോ അവരെ സ്വീകരിക്കുന്ന ആ ആദ്യഘട്ടത്തിൽ തന്നെ അവർക്ക് വളരെ വിസ്മയമുണ്ടാക്കുന്ന ഒരു കാഴ്ച കാണാനിടയായത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത ആയത്തുകളിൽ കാണുകയുണ്ടായി. ഉദ്ദേശപൂർവം സുലൈമാൻ അലിഹിസ്ലാം സബയിലെ അവരുടെ ആസ്ഥാനത്ത് നിന്ന് അവരുടെ സിംഹാസനം, അവരുടെ അർഷ് 1500-ലേറെ മൈലുകൾ ഇപ്പുറമുള്ള തൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വളരെ വിസ്മയകരമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ട നടപടി സ്വീകരിക്കുകയുണ്ടായി. ബൽഖീസ് രാജ്ഞി സുലൈമാൻ അലൈഹിസ്ലാമിന്റെ ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ തന്നെ അങ്ങനെ ഒരു സർപ്രൈസ് ആണ് അവരെ കാത്തു നിൽക്കുന്നത്. താൻ സബ രാഷ്ട്രത്തിന്റെ തലസ്ഥാനത്തില് തന്റെ കൊട്ടാരത്തില് തനിക്ക് ഇരിപ്പിടമായി ഉപയോഗിക്കാറുണ്ടായിരുന്ന അതേ സിംഹാസനം അതേ രൂപത്തില് ഇവിടെ കാണാൻ കഴിഞ്ഞു എന്നതാണ്
അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയത്. എന്നാൽ ഇതിനകം തന്നെ സുലൈമാൻ അലൈഹിസ്ലാമിന്റെ പല സിദ്ധികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പല അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ബൽഖീസ് രാജ്ഞിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ദൈവികമായ പല സഹായങ്ങളും നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ദൈവികമായ പല അത്ഭുത കൃത്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് എന്നൊക്കെ അതിനകം ബൽഖീസ് രാജ്ഞിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തില് ബൽഖീസ് രാജ്ഞിയുടെ വാക്കുകളിൽ തന്നെ വെളിപ്പെടുത്തപ്പെടുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹുവിന് സമർപ്പിക്കുന്ന ആളായിക്കൊണ്ട് അതിന് മാനസികമായി തയ്യാറെടുത്ത വിധത്തിലാണ് ബൽഖീസ് രാജ്ഞി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ആസ്ഥാനത്തിൽ എത്തുന്നത്. അവര് കുടുംബപരമായും അവരുടെ സാമൂഹ്യ പശ്ചാത്തലം കാരണമായിട്ടൊക്കെ തന്നെ അള്ളാഹു അല്ലാത്ത പലതിനെയും പൂജിക്കുന്ന, അവയ്ക്ക് സുജൂദ് ചെയ്യുന്ന, സൂര്യാരാധന നടത്തുന്ന ഒക്കെ ഒരു ജീവിത രീതിയിലാണ് ഉണ്ടായിരുന്നത് എന്നത് സത്യത്തിൽ നിന്ന് അവരെ കുറച്ചു കാലം തടഞ്ഞു നിർത്തുകയുണ്ടായി എന്നുകൂടി ഖുർആൻ നിരീക്ഷിച്ചത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് ബൽഖീസ് രാജ്ഞിക്ക് വളരെ വലിയ അത്ഭുതമുളവാക്കിയ, അവരെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു അനുഭവം ഉണ്ടാവുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് ആ സംഭവം. ഖീലലഹ, ഇന്ന് നമ്മൾ വായിച്ച ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. ഖീലലഹ, അവരോടായിട്ട് പറയപ്പെട്ടു. സുലൈമാൻ അലൈഹി ഇസ്ലാം പറഞ്ഞതായിട്ട് മനസ്സിലാക്കാം, അതല്ലെങ്കിൽ അവരെ ആനയിച്ചു കൊണ്ടുവരുന്ന സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പരിചാരകരോ ഉദ്യോഗസ്ഥന്മാരോ പറഞ്ഞതാവാം. എന്തായാലും ബൽഖീസ് രാജ്ഞിയോട് പറയപ്പെട്ടത് ഇങ്ങനെയാണ്: ഉദ്ഖുലി സർഹ, ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുക, ഇങ്ങോട്ട് കയറി വരിക, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നാണ് രാജ്ഞി നിർദ്ദേശിക്കപ്പെടുന്നത്. സൊറഹ് എന്ന് പറഞ്ഞാൽ പാലസ് ആണ്, കൊട്ടാരം. ഉദ്ഖുലി അസ്സർഹ, കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുക. ഫലമ്മ റഅതുഹു, ആ കൊട്ടാരം, അതിന്റെ കവാടങ്ങൾ തുറന്ന് അവരതിലേക്ക് ആനയിക്കപ്പെട്ടപ്പോ, അങ്ങനെ ആ കൊട്ടാരത്തിന്റെ വളരെ അത്ഭുതകരമായ സജ്ജീകരണങ്ങളും നിർമ്മാണ ഭംഗിയുമൊക്കെ അവരുടെ കാഴ്ചയിൽ വന്നപ്പോ, ഹസിബത്തുഹു, അവർക്ക് അതിന്റെ പ്രതലം, അതിന്റെ നിലം അനുഭവപ്പെട്ടത് ലുജ്ജത്തൻ, അതൊരു, അവർക്ക് അത് കാണാൻ സാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് അത് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരു തടാകമായിട്ടാണ്, ഒരു ലുജ്ജത്തായിട്ടാണ്, വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമായിട്ടാണ് അവർക്ക് പെട്ടെന്ന് അത് തോന്നിയത്. അപ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, ഇത് 2,000-3,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. ആ ഘട്ടത്തില് കൊട്ടാരത്തിന്റെ നിലം ഒരു ജലനിരപ്പിന്റെ ഉപരിതലം പോലെയുള്ള, അത്രയും മിനുസമുള്ള, അത്രയും തിളക്കമുള്ള ഒരു പ്രതലമായിട്ട് കാണപ്പെട്ടപ്പോ, ഒരുപക്ഷെ ലോകത്തന്ന് വേറെ പ്രദേശങ്ങളിലൊന്നും ആ വിധത്തില് കെട്ടിടങ്ങളുടെ നിലം മിനുസപ്പെടുത്തി ആകർഷകമാക്കാനുള്ള സംവിധാനങ്ങളൊന്നും പ്രചാരത്തിൽ വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ കാലഘട്ടത്തിൽ അത്തരം സംഗതികൾ വളരെ കൂടുതലായിട്ട് ഉപയോഗത്തിലുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ബൽഖീസ് രാജ്ഞി കൊട്ടാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആ ഘട്ടത്തില് അത് കണ്ടപ്പോ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ അവർക്ക് അതൊരു ജലാശയമായിട്ട്, അല്ലെങ്കിൽ ഒരു തടാകം പോലെയാണ്, ഒരു തെളിനീരുള്ള ഒരു തടാകം പോലെയാണ്, ലുജ്ജത്തായിട്ടാണ് അവർക്കത് അനുഭവപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ജലോപരിതലത്തിലേക്ക് കാലെടുത്ത് വെക്കേണ്ടി വരുമ്പോ എല്ലാവരും വസ്ത്രങ്ങള് ഒന്ന് ഉയർത്തിപ്പിടിക്കും. കണങ്കാലിന്റെ ഭാഗത്തുനിന്ന് വസ്ത്രങ്ങൾ മേലോട്ട് ഉയർത്തിയിട്ട്
ആണ് കാലെടുത്ത് വെക്കുക. ഇവിടെ ബൽഖീസ് രാജ്ഞിയും പെട്ടെന്നുള്ള അവരുടെ റെസ്പോൺസ് അതായിരുന്നു. വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എന്ന പോലെ അവര് കശഫത്ത് സാഖൈഹ, അവരുടെ കണങ്കാലുകൾ, ഹീൽസ്, കാലിന്റെ ഹീൽസ് ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങളും അതിന്റെ ഒരു ലേശം മുകളിലോട്ടായിട്ടും വസ്ത്രങ്ങൾ നീക്കി വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഭാഗം വെളിപ്പെടുത്തിക്കൊണ്ടാണ് കാലെടുത്ത് വെക്കുന്നത്. ഖാല ഇന്നഹു സറഹുൻ, അപ്പോ സുലൈമാൻ അലൈഹിസ്സലാം ആ ഘട്ടത്തിൽ ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ഇന്നഹു സറഹുൻ മുമറദുൻ, ഇത് മിനുസമുള്ളതാക്കി മാറ്റിയിട്ടുള്ള, വളരെ സ്മൂത്ത് ആക്കി മാറ്റിയിട്ടുള്ള ഗ്ലാസ് ആണ്, ചില്ലാണ്, ചില്ല് പതിച്ച നിലമാണ്. അത് വളരെ മിനുത്ത ചില്ലാണ് അവിടെ പതിച്ചിട്ടുള്ളത്, ജലാശയമല്ല എന്ന് സുലൈമാൻ അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് അവരോട് പറയുകയുണ്ടായി. അപ്പോ ബൽഖീസ് രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കഴിവുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന വിശിഷ്ടമായ സിദ്ധികളും ഒക്കെ മനസ്സിലാക്കാൻ പല സന്ദർഭങ്ങളും ഇതിനകം ഉണ്ടായി. അതിലെ ഒരു പക്ഷെ അവരേറ്റവും ഏറെ സർപ്രൈസ് ചെയ്തിട്ടുള്ള അവസാനത്തെ ഒരു സംഭവമായിട്ടാണ് ഖുർആൻ ഇത് വിവരിക്കുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിന്റെ നിലം സ്ഫടിക സമാനമായ വിധത്തിൽ, അല്ലെങ്കിൽ ജലാശയത്തിന്റെ പ്രതലം എന്ന് തോന്നുന്ന വിധത്തില് ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ഉള്ള ഒരു നിലമായിരുന്നു. സ്ഫടിക മണ്ഡപമാണ് എന്നൊക്കെയുള്ള നിലക്കാണ് അതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണും. അപ്പോ തന്റെ കൊട്ടാരത്തിന്റെ നിലം ആ വിധത്തില് സ്ഫടികം പോലെ മിനുത്തതാക്കി ആണ് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ജലാശയമാണ്, തടാകമാണ് എന്ന് കരുതിയിട്ട് വസ്ത്രം ഉയർത്തേണ്ടതില്ല എന്ന് സുലൈമാൻ അലൈഹി ഇസ്ലാം ഇടപെട്ട് പറയുകയാണ്. ഖാല ഇന്നഹു സറഹുൻ മുമറദുൻ മിൻ ഖവാരീർ. ഖവാരീർ എന്ന് പറഞ്ഞാല് ഗ്ലാസ് ആണ്, ചില്ലാണ്. മുമറദുൻ മിൻ ഖവാരീർ, നല്ല മിനുത്തതാക്കിയിട്ടുള്ള ചില്ല്. അപ്പോ ഇന്നഹു സറഹുൻ മുമറദുൻ മിൻ ഖവാരീർ, ഖവാരീറിനെ മുമറദാക്കി എടുത്തിട്ടുള്ള, സ്മൂത്ത് ആക്കി എടുത്തിട്ടുള്ള വിധത്തിലുള്ള പ്രതലമാണ്, അല്ലെങ്കിൽ നിലമാണ് ഈ കൊട്ടാരത്തിന് അവര് ആ വിധത്തിലാണ് അതിനെ ഒരുക്കിയിട്ടുള്ളത് കാലത്ത്. അപ്പോ ബൽഖീസ് രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം അതും വല്ലാത്തൊരു ഞെട്ടലുണ്ടാക്കിയ, അവരുടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ബോധ്യം ഒന്ന് ഉറപ്പിച്ച തരത്തിലുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഇടപെട്ടുകൊണ്ടുള്ള സംസാരം കേട്ടപ്പോ ബൽഖീസ് രാജ്ഞി പറഞ്ഞത് ഇങ്ങനെയാണ്, റബ്ബി ഇന്നി ലലംതു നഫ്സി, എന്റെ നാഥ, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്ത് പോയിട്ടുണ്ട്. വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, സുലൈമാനോടൊപ്പം ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനിത കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് ബൽഖീസ് രാജ്ഞി ആ ഘട്ടത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുലൈമാൻ അലൈഹി ഇസ്ലാം അവർക്ക് കാണാൻ അവസരം ഒരുക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മുഅ്ജിസാത്തുകൾ, അതിൽ അവസാനത്തേത് കൂടി കാണുന്നതോടെ അവർക്ക് അവരുടെ വിശ്വാസം ഒരു ദൃഢബോധ്യമായി മാറുകയാണ്. അപ്പോഴാണ് പിന്നിട്ട നാളുകളെ കുറിച്ചുള്ള തന്റെ പ്രപഞ്ചനാഥനെ നിഷേധിച്ചുകൊണ്ട് അനർഹരായ പലതിനെയും ദൈവത്തിന്റെ സ്ഥാനം നൽകി ആരാധിച്ചു പോന്നിരുന്ന അവരുടെ വലിയ തെറ്റിനെ കുറിച്ചുള്ള ഒരു ബോധം അവർക്കുണ്ടാവുന്നു. അവരാ ഘട്ടത്തില് ഒരു തിരിച്ചറിവോടുകൂടി പറയുന്ന കാര്യമാണ് റബ്ബി ഇന്നി ലലംതു നഫ്സി എന്നത്. എന്റെ നാഥ, ഞാൻ എന്നോട് തന്നെ വലിയ അക്രമം ചെയ്തു പോയി എന്നാണ് അവർ പറയുന്നത്. എന്നോട് തന്നെ അക്രമം ചെയ്തു പോയി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ താൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ ദാസിയാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കേണ്ടിയിരുന്നതിന് പകരം ആ ധാരണയില്ലാത്ത വിധത്തില് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ വകവെക്കാതെയും
അവന് വിധേയപ്പെടാതെയും ജീവിച്ചു പോയി എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനില് ഈ പ്രയോഗം ലലംതു നഫ്സി എന്ന പ്രയോഗം പലപ്പോഴും ആവർത്തിച്ചു വരുന്നത് കാണാൻ കഴിയും. അതൊക്കെ തന്നെ അള്ളാഹുവിനെ വിസ്മരിക്കുകയോ അള്ളാഹുവിന് നൽകേണ്ട വിധത്തിലുള്ള പ്രാധാന്യമോ പരിഗണനയോ നൽകാതെ നിലക്കൊണ്ടു പോയതിലുള്ള മനോവിഷമം കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ആളുകൾ പറയാറുള്ളത്. യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ സമാനമായൊരു വാക്യം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വേറെയും സന്ദർഭങ്ങളിൽ ഈ വാക്യം വരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അപ്പോ ബൽഖീസ് രാജ്ഞി ഒരു തിരിച്ചറിവോടുകൂടി താൻ ഇത്രയും കാലം ജീവിച്ചത് തന്നോട് തന്നെ ളുൽമ് ചെയ്യുന്ന, അതുവഴി പ്രപഞ്ച സൃഷ്ടാവിനെ ഗൗനിക്കാതെ പ്രപഞ്ച സൃഷ്ടാവിന് വിധേയപ്പെടാതെ ജീവിക്കുക വഴി തന്നോട് തന്നെ ളുൽമ് ചെയ്യുന്നവളായിട്ടാണ് താൻ ഇതുവരെ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം ഒരു തിരിച്ചറിവോടുകൂടി സമ്മതിച്ചു പറഞ്ഞുകൊണ്ട് അവരൊരു ദൃഢനിശ്ചയത്തിലേക്ക് എത്തുകയാണ്. അതാണ് ഇവിടെ വഅസ്ലംതു മഅ സുലൈമാന, ഞാൻ സുലൈമാനോടൊപ്പം ഇതാ കീഴ്പ്പെട്ടിരിക്കുന്നു, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഉലകങ്ങളുടെ തമ്പുരാനായ അള്ളാഹുവിന് എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പലപ്പോഴും സുലൈമാൻ അലൈഹിസ്സലാം അവർക്ക് അയച്ച സന്ദേശത്തിലും അതിനുശേഷമൊക്കെ തന്നെ മുസ്ലിമായിട്ട് വരിക, കീഴ്പ്പെട്ടവളായിട്ട് വരിക എന്ന പരാമർശം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ ഒരു ചക്രവർത്തി രാഷ്ട്രീയമായി ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സൈനികമായി കൂടുതൽ ശേഷിയുള്ള ഒരു ചക്രവർത്തി ദുർബലനായ ഒരു ഭരണാധികാരിയോട് പറയുന്ന വിധത്തിൽ രാഷ്ട്രീയമായി വന്ന് കീഴടങ്ങണം എന്നല്ല പറയുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാം ഒരു ഭരണാധികാരി മാത്രമായിരുന്നില്ല, അള്ളാഹുവിന്റെ ദൂതനാണ്. പ്രാഥമികമായിട്ട് അദ്ദേഹം ആ ഒരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാം മുസ്ലിങ്ങളായിട്ട് വരണം, മുസ്ലിമായിട്ട് എന്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞതിന് പ്രപഞ്ച സൃഷ്ടാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെട്ട ആളായിക്കൊണ്ട് തന്റെ അടുക്കൽ വരണം എന്നാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടത് എന്നത് നമുക്ക് ഈ ആയത്തോടു കൂടി അതിന്റെ തികവോടുകൂടി ബോധ്യപ്പെടും. നേരത്തെ അവിടെ മുസ്ലിമീൻ എന്നുള്ള പ്രയോഗം മാത്രമേ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ സുലൈമാനോടൊപ്പം അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായി ഞാൻ കീഴ്പ്പെടുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വഅസ്ലംതു മഅ സുലൈമാന, സുലൈമാനോടൊപ്പം ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ അവന് വിധേയപ്പെട്ട ആളായിക്കൊണ്ട് മാറുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. മുസ്ലിമായിട്ട് മാറുകയാണ്. സുലൈമാന്റെ മുന്നിൽ കീഴ്പ്പെടുകയല്ല, സുലൈമാനോടൊപ്പം അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെടുന്ന, അവന് വിധേയത്വം നൽകി അവന് സമർപ്പിക്കുന്ന ആളായിക്കൊണ്ട് മാറുകയാണ് എന്നാണ് ബൽഖീസ് രാജ്ഞി ഇവിടെ പ്രഖ്യാപിക്കുന്നത്. വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന ജിന്നുകളുടെയും മനുഷ്യരുടെയും അതുപോലെ പക്ഷി മൃഗാദികളുടെയും ഒക്കെ സേവനങ്ങൾ, അതുപോലെ അസാധാരണമായ വേഗതയിൽ തന്റെ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന, പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാധ്യതകളും സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ അദ്ദേഹത്തിന്റെ കൊട്ടാര നിർമ്മാണത്തിലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയാണ്. ബൽഖീസ് രാജ്ഞിയെ പോലെ അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു സാമ്രാജ്യത്തിന്റെ വലിയ സാമ്പത്തിക ശേഷിയും കച്ചവട സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, അവർക്ക് പോലും പരിചയമില്ലാത്ത വിധത്തിലുള്ള സാങ്കേതികമായ നിർമ്മാണ രംഗത്തെ പല വൈദഗ്ധ്യവുമാണ് സുലൈമാൻ അലൈഹിസ്സലാം തന്റെ കൊട്ടാര നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നതാണല്ലോ ഈ സംഭവം വെളിപ്പെടുത്തുന്നത്. കാലെടുത്തു വെച്ചപ്പോ അതിന്റെ ആ പ്രതലത്തിന്റെ ആ ഉപരിതലം നിരീക്ഷിച്ചുകൊണ്ട് അതൊരു ജലാശയമാണ്, തടാകമാണ് എന്ന് തോന്നിപ്പോകുന്ന വിധത്തില്, അത്രയും ആകർഷകമായ വിധത്തില്
കൊട്ടാരത്തിന്റെ നിലം സജ്ജീകരിക്കാൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ആ ഘട്ടത്തിൽ സാധിച്ചു എന്നത് ഒരു വലിയ വിസ്മയം തന്നെയാണ്. അത് ചില്ലാണ്, സ്മൂത്ത് ആക്കപ്പെട്ട ചില്ലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ മുമ്പൊരിക്കല് ഈ മിറർ എന്ന ഇംഗ്ലീഷ് വാക്കിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അത് അറബി ഭാഷയിലെ മിറായ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാവാനാണ് സാധ്യത എന്ന് സൂചിപ്പിച്ചിരുന്നു. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ദർപ്പണം വളരെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടിരുന്നു. അതും അതിന്റെ ഏറ്റവും നല്ല ഫിനിഷിംഗ് ഉള്ള രൂപത്തിൽ, ഏറ്റവും ആകർഷകമായ വിധത്തിലൊക്കെ പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിച്ചിരുന്നു എന്നത് ഖുർആന്റെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ സ്വാധീനവും കരുത്തും ബലവും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കുള്ള ദൗത്യം നിർവഹിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബൽഖീസ് രാജ്ഞി എസെൻഷ്യലി വളരെ നല്ല ഒരു വ്യക്തിയായതുകൊണ്ടും സത്യാന്വേഷണ ത്വര അവരിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അവര് യാതൊരു നിലക്കുമുള്ള അഹങ്കാരമോ ധിക്കാരമോ കാണിക്കാതെ സുലൈമാൻ അലൈഹി ഇസ്ലാം പറയുന്നതിലെ കഴമ്പ് എന്താണ് എന്ന് നോക്കിയിട്ട് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിനോടൊപ്പം ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള മാനസിക വിശാലത ഇവിടെ ബൽഖീസ് രാജ്ഞി പ്രകടിപ്പിക്കുന്നത്. ചരിത്രത്തിലെ അപൂർവം ഭരണാധികാരികൾക്ക് മാത്രമാണ് ഇത് സാധിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇതുപോലെ വളരെ സത്യസന്ധതയോടുകൂടി നിലപാടെടുത്ത ഒരു ഭരണാധികാരിയായിരുന്നു എത്യോപ്യയിലെ രാജാവ് നജാഷി എന്നാണ് അറബി ഭാഷയിൽ അദ്ദേഹത്തെ പരാമർശിക്കാറുള്ളത്. ഇതുപോലെ സത്യസന്ധമായ ഒരു നിലപാടെടുത്ത ഒരു ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന ദൗത്യം നിർവഹിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ. അപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് അറേബ്യയിൽ പോയി ഇസ്ലാം സ്വീകരിച്ചതായിട്ട് നമ്മുടെ ചരിത്ര സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്ന ചേരമാൻ പെരുമാൾ അതുപോലെയുള്ള ഒരു ഉദാഹരണമാണ്. അധികാരികളായാലും സാധാരണക്കാരായാലും സത്യം തേടുന്ന മനസ്സും അള്ളാഹുവിന് കീഴ്പ്പെടാനുള്ള സന്നദ്ധതയും ഒക്കെയുള്ള ആളുകൾ അവരിലൊക്കെ ഉണ്ടാകാം എന്നതാണ് ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രബോധന ദൗത്യ നിർവഹണം ബൽഖീസ് രാജ്ഞിയില് അത് വലിയ സ്വാധീനം സൃഷ്ടിക്കുന്നത് ഏതൊക്കെ വിധത്തിലാണ് എന്നത് നമ്മൾ പിന്നീട് ആയത്തുകളിൽ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ അവസാനത്തെ ഇനമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ ചില്ല് പാകിയിട്ടുള്ള മിനുത്ത സ്ഫടികം പാകിയിട്ടുള്ള നിലം, ജലാശയം പോലെ തടാകം പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തില് അത്രയും മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്ന നിലം ആണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് അതിലെ അവസാനത്തേത് എന്ന് കാണാൻ കഴിയും. ഇതിന്റെ തുടക്കം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള പോലെ ബൽഖീസ് രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം ഒരു കത്ത് കിട്ടുന്നതാണ് ഒന്നാമത്തെ കാര്യം. ഒരു പക്ഷി തന്റെ മുന്നിൽ ഒരു കത്ത് കൊണ്ടുവന്നിടുന്നു എന്നത് ആ കാലഘട്ടത്തിൽ വളരെ അസാധാരണമായ ഒരു കാര്യമൊന്നും ആയിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കത്ത് ഒരു ഭരണാധികാരിയുടെ അടുക്കൽ നിന്ന് കിട്ടുന്നതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നത് അങ്ങേയറ്റത്തെ വിസ്മയകരമായ ഒരു സംഗതിയാണ്. അത് ബൽഖീസ് രാജ്ഞി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഫഇന്നഹു മിൻ സുലൈമാന ഫഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. അത് സുലൈമാനിൽ നിന്നുള്ള കത്താണ്. അത് കാരുണികനും കരുണാഭാരിതിയുമായ അള്ളാഹുവിന്റെ നാമധേയത്തിലുള്ളതാണ് എന്നാണ് ബൽഖീസ് രാജ്ഞി പ്രത്യേകം എടുത്തു പറയുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിസ്മയം ഉളവാക്കിയ, രാജാക്കന്മാരുടെയോ ഭരണാധികാരികളുടെയോ ചക്രവർത്തിമാരുടെയോ ഒന്നും തന്നെ രീതിയിലോ ശൈലിയിലോ ഒന്നും പെട്ടതല്ലാത്ത ഒരു കാര്യം ആയിട്ടാണ് അവര് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒന്ന്, അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ധാരാളം സമ്മാനങ്ങളും വിലപിടിപ്പുള്ള പല
പാരിതോഷികങ്ങളും ഒക്കെയായിട്ട് തന്റെ ദൂതന്മാരെ അയക്കുന്നു. പക്ഷേ സുലൈമാൻ അലൈഹിസ്സലാം മറ്റു രാജാക്കന്മാരുടെ ഒന്നും രീതിയിലല്ലാതെ അതിലൊന്നും ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ഇതുപോലെയുള്ളതും ഇതിനേക്കാൾ എത്രയോ മികച്ചതുമായ പലതും എന്റെ റബ്ബ് എനിക്ക് വേണ്ടുവോളം തന്നിട്ടുണ്ട് എന്നാണ് സുലൈമാൻ അലൈഹിസ്സലാം പ്രതികരിക്കുന്നത്. നിങ്ങൾ ഈ സമ്മാനങ്ങള് തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട കാര്യത്തെ അവഗണിക്കുന്ന വിധത്തില് ആഹ്ലാദത്തിമർപ്പിലാണോ എന്നാണ് അദ്ദേഹം തിരികെ ചോദിക്കുകയുണ്ടായത്. നിങ്ങളുടെ ഈ ഹദിയത്തിന്റെ കാര്യത്തില് തഫ്രഹൂൻ, നിങ്ങൾ അതിൽ വലിയ ആഹ്ലാദത്തിലാണോ എന്ന്. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അത്തരം സമ്മാനങ്ങളൊന്നും അദ്ദേഹത്തെ ആകർഷിക്കാനോ അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യാനോ ഒരു നിലക്കും അതുകൊണ്ട് സാധിച്ചില്ല എന്നത് ബൽഖീസ് രാജ്ഞിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഏത് വിധത്തിലുള്ളതാണ് എന്നത് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. മറ്റൊന്ന്, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് ബൽഖീസ് രാജ്ഞി പറഞ്ഞു വിട്ട പ്രതിനിധികള് തിരികെ വന്നിട്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ രീതികളെയും നടപടിക്രമങ്ങളെയും ഒക്കെ കുറിച്ച് ബൽഖീസ് രാജ്ഞിയോട് പറഞ്ഞ കാര്യങ്ങൾ അത് അവരിൽ വലിയ അത്ഭുതം ഉളവാക്കിയിട്ടുണ്ടാകണം. കാരണം ചരിത്രത്തിൽ സുലൈമാൻ അലൈഹി ഇസ്ലാം ഏറ്റവും ബുദ്ധിമാനായ, സമർത്ഥനായ ഭരണാധികാരി, ബുദ്ധിമാനായ ഭരണാധികാരി എന്ന പേരിലൊക്കെയാണ് ജൂയിഷ് ചരിത്രത്തിൽ യഹൂദരും ക്രൈസ്തവരും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു യൂറോ സെൻട്രിക് ആയിട്ടുള്ള ചരിത്രത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരണം കാണാൻ സാധിക്കും. സുലൈമാൻ അലൈഹി ഇസ്ലാം നീതി നിർവഹണത്തിൽ വലിയ അത്ഭുതകരമായ നേട്ടങ്ങള് നേടിയിട്ടുണ്ടായിരുന്ന, ആർജിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു എന്നത് വെളിപ്പെടുത്തുന്ന ഒരുപാട് കഥകളുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പാഠപുസ്തകങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള കഥകളൊക്കെ അതിൽപ്പെട്ട പലതും ഉണ്ട് അങ്ങനെ. അപ്പോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ നീതി നിർവഹണം, അദ്ദേഹത്തിന്റെ നിലപാടുകള്, അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദൂതന്മാരിൽ നിന്ന് ബൽഖീസ് രാജ്ഞിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവണം. അതുപോലെ മറ്റൊന്ന്, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു ചേരുന്ന ഘട്ടത്തില് അവരെ ഞെട്ടിച്ചു കളഞ്ഞ വിധത്തിൽ തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ തന്റെ കൊട്ടാരത്തിലുള്ള സിംഹാസനം താനിവിടെ എത്തുമ്പോഴേക്ക് ഇവിടെ എത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു കാഴ്ച, അത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ അത്ഭുത കൃത്യങ്ങളെ കുറിച്ച് ഒരു നല്ല ധാരണ ബൽഖീസ് രാജ്ഞിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബൽഖീസ് രാജ്ഞിയുടെ രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായിരുന്ന മഅരിബിൽ നിന്ന് ഇത് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിച്ചു എന്നത് വളരെ അവിശ്വസനീയമായിട്ടാണ് ആർക്കും അനുഭവപ്പെടുക. പക്ഷെ സുലൈമാൻ അലൈഹി ഇസ്ലാം തനിക്ക് നൽകപ്പെട്ടിരുന്ന ദൈവിക സിദ്ധികളുടെ പിൻബലത്തോടെ അത് ചെയ്യുകയുണ്ടായി എന്നതാണ് അവരെ വളരെയേറെ ആകർഷിച്ച ഒരു കാര്യം. അതുപോലെ തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലും നിലപാടുകളിലും ഇവിടെ ഉദ്ധരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഒക്കെ തന്നെ പ്രകടിപ്പിച്ച അദ്ദേഹത്തിന്റെ വിനയവും, ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നിട്ട് പോലും അദ്ദേഹം പ്രകടിപ്പിച്ച അഹന്തയില്ലായ്ക, അതുപോലെ എളിമ, ഇതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ശുക്ർ ചെയ്യുന്ന ഒരടിമയാകാനുള്ള വെമ്പല്, അള്ളാഹു എനിക്ക് ഇതൊക്കെ ഒരുക്കി തന്നിരിക്കുന്നത് ഞാന് നന്ദി കെട്ടവനാകുമോ അതല്ല നന്ദിയുള്ളവനാകുമോ എന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകുന്ന അദ്ദേഹത്തിന്റെ ആ നിലപാടും രീതിയും ഒക്കെ തന്നെ, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുകയായിരുന്ന ബൽഖീസ് രാജ്ഞി ഈ അവസാനത്തെ അത്ഭുതകരമായ കാര്യം കൂടി കണ്ടതോടെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഇത്ര കാലം ലാലിമത്തായിട്ട് ജീവിച്ചു പോയിരിക്കുകയാണ്, എന്നാൽ ഇന്നിപ്പോ ഞാനിതാ സുലൈമാനോടൊപ്പം പ്രപഞ്ചനാഥന് വഴിപ്പെടുകയാണ്, കീഴ്പ്പെടുകയാണ് എന്നാണ് ബൽഖീസ് രാജ്ഞി പ്രഖ്യാപിക്കുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമും ബൽഖീസ് രാജ്ഞിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നത് വിശുദ്ധ ഖുർആൻ അതിനെ തുടർന്ന് വല്ലതും അവര് തമ്മിലുള്ള വല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചരിത്രം
നമുക്ക് അത് സംബന്ധമായിട്ട് ആശ്രയിക്കാവുന്ന വിധത്തിലുള്ള വിവരണങ്ങളല്ല തരുന്നത്. യഹൂദ കഥകളില്, ബനു ഇസ്രായേൽ കഥകളില് കാണാൻ കഴിയുന്ന സംഗതികൾ ഒരു നിലക്കും നീതിമാനായ ഒരു ഭരണാധികാരിക്കോ അല്ലെങ്കിൽ സത്യസന്ധനായ ഒരു പ്രവാചകനോ അദ്ദേഹത്തെക്കുറിച്ചോ പറയാൻ യോജിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളുമല്ല. തീർത്തും അടിസ്ഥാനരഹിതമായ വ്യാജമായ കാര്യങ്ങളാണ് യഹൂദ കഥകളിൽ ബനു ഇസ്രായേൽക്കാരുടെ പല ഫോക്ലോറിലും ഉള്ള കഥകൾ. അതിൽ പറയുന്നത് സുലൈമാൻ അലൈഹിസ്ലാം ബൽഖീസ് രാജ്ഞിയെ വ്യഭിചരിച്ചു എന്നും അതിലൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി അവര് ഈ സബ പ്രദേശത്തേക്ക് തിരിച്ചുപോയി. ആ കുഞ്ഞാണ് ചരിത്രത്തില് ബുഖദ് നസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്രവർത്തിയായി മാറുന്നത്. അയാളാണ് പിൽക്കാലത്ത് ബൈത്തുൽ മഖ്ദിസ് നിലകൊള്ളുന്ന സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ആസ്ഥാനത്തെ തകർക്കുന്നതും അത് കീഴ്പ്പെടുത്തുന്നതും ഒക്കെ എന്നൊക്കെയുള്ള വിധത്തിലാണ് പല വിവരണങ്ങളും കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെയും തന്നെ അടിസ്ഥാനരഹിതമായ കഥകളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോ ഒരു ജലാശയം പോലെ തോന്നിപ്പിക്കപ്പെട്ട ആ പ്രതലം അവിടെ എത്തിയപ്പോ അവിടത്തേക്ക് കണങ്കാല് വെളിപ്പെടുത്തിക്കൊണ്ട് ബൽഖീസ് രാജ്ഞാകത്തേക്ക് കടന്നു വന്നത് സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ചില അടിസ്ഥാനരഹിതമായ കഥകൾ മെനയുന്നതിന് അവർക്ക് പ്രേരണയായിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ കണങ്കാല് വെളിപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ മുതിർന്ന ബൽഖീസ് രാജ്ഞിയെ തടയുകയാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ചെയ്യുന്നത്. വേണ്ടതില്ല, അത് ദർപ്പണം പതിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചില്ല് പതിച്ചിട്ടുള്ള നിലമാണ്, അത്രയും സ്മൂത്ത് ആയതുകൊണ്ടാണ് അതങ്ങനെ തോന്നിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ ഉള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാം അവരെ തടയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അത്തരം കഥകള് വളരെ വ്യാജമായതും അടിസ്ഥാനരഹിതമായതും അബദ്ധങ്ങൾ മാത്രം പറയുന്നതുമായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ കഥകളൊന്നും വിവരിക്കാതിരിക്കുന്നത്. മറിച്ച് ഏറ്റവുമേറെ ഔന്നത്യവും വ്യക്തിപ്രഭാവവും ഉണ്ടായിരുന്ന വളരെ മഹോന്നതനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാം എന്ന ഒരു കാര്യമാണ് ഖുർആൻ നൽകുന്ന സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൂയിഷ് സോഴ്സസിൽ നൽകപ്പെടുന്ന വിവരണങ്ങള് ആളുകളുടെ ഭാവനകള് ഇങ്ങനെയാണല്ലോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ക്യൂ കിട്ടിയാൽ ആളുകൾ അതങ്ങ് വികസിപ്പിച്ചെടുത്തോളും. എന്നിട്ട് അത് ഒരു കഥയാക്കി മെനയും. മനുഷ്യന്റെ എല്ലാ കാലഘട്ടങ്ങളിലും അത്തരത്തിലുള്ള ഇമാജിനേഷൻ എന്നും തീപിടിച്ച് വലിയ കാട്ടുതീ ഉണ്ടാക്കുന്നത് നമ്മൾ ചരിത്രത്തിലും സാഹിത്യത്തിലൊക്കെ വളരെയേറെ കാണുന്നതാണ്. അത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലും ഇതുപോലെയുള്ള സംഗതികള് ആളുകൾ അവരുടെ ഭാവനയും കൽപ്പിതമായ സംഗതികളും ഒക്കെ വെച്ചുകൊണ്ട് കഥകളാക്കി അങ്ങനെ പ്രചരിപ്പിക്കുക എന്നത് ഒരു സ്വാഭാവികതയുള്ള സംഗതിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങൾക്കും നന്മക്കും ഒക്കെ വേണ്ടി നിലകൊണ്ട ഒരു ചക്രവർത്തി അങ്ങനെയുള്ള കഥകളിലെ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാനായകനായി മാറുമെന്നത് അനുമാനിക്കുന്നത് തന്നെ തീർത്തും അസ്ഥാനത്താണ്. പ്രവാചകന്മാര് അങ്ങനെയല്ല. പ്രവാചകന്മാര് മാതൃകാ പുരുഷന്മാരാണ്. അവരൊരിക്കലും തന്നെ ചരിത്രത്തിലെ പുഴുക്കുത്തേറ്റ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളുകളായി നിലകൊള്ളുകയില്ല. അതാണ് ഖുർആൻ പ്രവാചകന്മാരെ കുറിച്ച് വരച്ചു വെക്കുന്ന കഥകളൊക്കെ വെളിപ്പെടുത്തുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണം ഈ ആയത്തോടു കൂടി പൂർത്തിയാവുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുകയും അവന്റെ അനുഗ്രഹങ്ങൾ നൽകി നമ്മളുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.